ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെല്ലാം സുഖമായിരിക്കുന്നോ? ക്ലാസ്സൊക്കെ തുടങ്ങി, ക്ലാസ്സുകളൊക്കെ കൂടി പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? നമ്മളിന്ന് ഈ വിശ്വാസ പരിശീലന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഏറ്റവും ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അനുദിനം വർഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, ഓരോ ദിവസവും അവിടുത്തെ ഉള്ളം കയ്യിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും കൂടുതൽ നന്മകൾ നൽകി ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നു. ഈശോനാഥ, ഇന്നീ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ മാമോദീസ എന്ന കുദാശയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഈശോയെ നന്നായി പഠിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരുന്നേ. ഒരു 4 വർഷം മുൻപ് നിങ്ങളെ 1-ാം ക്ലാസ്സിൽ ചേർക്കുവാൻ കൊണ്ടുപോയ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്ത് സന്തോഷമായിരുന്നു! പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ബാഗൊക്കെ പിടിച്ച് പുത്തൻ കുടയുമായിട്ട് നിങ്ങൾ ആ സ്കൂളിലേക്ക് പോയ ദിവസം. ഒരുപക്ഷെ നിങ്ങളുടെ പപ്പായുടെയോ മമ്മിയുടെയോ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ പോയത്. നിങ്ങൾ സ്കൂളിൽ ചെന്നപ്പം നിങ്ങളുടെ പ്രധാന അധ്യാപകരും ടീച്ചേഴ്സും മുതിർന്ന കുട്ടികളുമെല്ലാം പൂക്കളും മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഒക്കെ തന്നല്ലേ നിങ്ങളെ സ്വീകരിച്ചത്? ഓർക്കുന്നുണ്ടോ ആ ദിവസം? ആ ഒരു ദിവസത്തെ നമ്മൾ പ്രവേശനോത്സവം എന്ന് പറയും അല്ലേ? സ്കൂളിലേക്ക് നമ്മൾ പ്രവേശിച്ച, പുതിയൊരു സ്കൂളിൽ ചെന്നെത്തിയ പ്രവേശന ഉത്സവം. ഇതുപോലെ കുറച്ച് വർഷങ്ങൾ കൂടി മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ പപ്പായുടെയും മമ്മിയുടെയും ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അയൽവാസികളുടെ എല്ലാം കൈകളിൽ മാറി മാറി എടുത്ത് നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ദേവാലയത്തിൽ കൊണ്ടുപോയ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അന്ന് നിങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുമോ? ഇല്ല. അത് ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റുമോ? മിടുക്കര്, മാമോദീസ അല്ലേ? നമ്മുടെ മാമോദീസായ്ക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ദേവാലയത്തിൽ കൊണ്ടുപോയ ദിവസം. ഇന്ന് നമ്മൾ നമ്മുടെ വേദപാഠ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മാമോദീസായെക്കുറിച്ചാണ്. കഴിഞ്ഞ 3-ാം പാഠത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കൂദാശകളെക്കുറിച്ച് പഠിച്ചു. ഏതൊക്കെ കൂദാശകളാണുള്ളത്? കൂദാശകൾ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. നല്ല മിടുക്കരായിട്ട് പറയുന്നുണ്ടല്ലോ. പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായി ഓർക്കുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സഭയിലെ പ്രവേശന കൂദാശ അല്ലെങ്കിൽ കൂദാശകളിലെ 1-ാമത്തെ കൂദാശയായ മാമോദീസയെക്കുറിച്ചാണ്. നമുക്കാർക്കും ഓർമ്മയില്ലെങ്കിലും നമ്മൾ പല മാമോദീസകളും കൂടി പല കർമ്മങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാമോദീസയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ പോവുക. എല്ലാവർക്കും സന്തോഷമല്ലേ മാമോദീസയെക്കുറിച്ച് പഠിക്കാൻ? ഒരിക്കൽ ഒരു യഹൂദ പ്രമാണി, വലിയ പണ്ഡിതനായ ഒരു യഹൂദ പ്രമാണി ഈശോയെ കാണാനായിട്ട് ചെന്നു. അയാൾ വലിയ അറിവുള്ള ആളാണ്. ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാം, യഹൂദ നിയമങ്ങളെല്ലാം അറിയാം, നല്ല പണ്ഡിതനാണ്. ഈശോയുടെ അടുത്ത് ചെന്നിട്ട്
ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ അധികം പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ തുടങ്ങി. നിങ്ങൾക്കും അറിയത്തില്ല, അങ്ങനെ ചില മനുഷ്യർ മറ്റുള്ളവരെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പുകഴ്ത്തി ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നത്. ഇതുപോലെ ഈ യഹൂദ പ്രമാണിയായ നിക്കോദേമോസ് ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈശോ ചെയ്തത് എന്ന് പറഞ്ഞേ. കാനായിലെ കല്യാണ വിരുന്ന് ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണല്ലേ. പിന്നെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈശോ പ്രവർത്തിച്ചത്? അന്ധന് കാഴ്ച കൊടുത്തു. പിന്നെയോ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി. കടലിനു മീതെ നടന്നുപോയി. പിന്നെ എന്താണ്? മരിച്ചവരെ പോലും ഈശോ ഉയർപ്പിച്ചു. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ച് ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പം ഈശോ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തു ചെയ്യണം? വീണ്ടും ജനിക്കണം. അതെങ്ങനെ സാധിക്കും? പ്രായമായ ഒരാൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കും? നമുക്കിനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ ആ ജീവൻ നമ്മൾക്കുണ്ടാകണം. അതായത് ദൈവീക ജീവനിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ മാമോദിസ എന്ന കൂദാശ സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മക്കളല്ലേ? അതെയല്ലോ, പാപമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ജന്മപാപം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാക്ക് ജന്മപാപം. 2 തരം പാപമുണ്ട്. ഏതൊക്കെ പാപ? ജന്മപാപം, കർമ്മപാപം. ഇതിൽ ജന്മപാപം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും ജന്മപാപം എന്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കിത് പഠിക്കാം. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? അവർ ആദവും ഹവ്വായും. ആദവും ഹവ്വായും പറുദീസായിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ദൈവപിതാവ് ആ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും അവരോട് കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യം പറഞ്ഞു, ആ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന ആ ഒരൊറ്റ വൃക്ഷത്തിലെ ഫലം കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ സാത്താനില്ലേ, നിങ്ങളും ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ, നന്നായിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഉഴപ്പാൻ പറയുന്ന സാത്താനില്ലേ, ആ സാത്താൻ വന്നിട്ട് ഈ ആദിമാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളെ ആ ദൈവം പറയുന്നൊന്നും കേൾക്കണ്ട, ആ പഴത്തിൽ നിന്ന് ഒരെണ്ണം പറിച്ച് തിന്നു നോക്കിയേ, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞാന്ന്. പാവം ആദവും ഹവ്വായും എന്ത് ചെയ്തു? അത് വിശ്വസിച്ച് ആ പഴം പറിച്ചു തിന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് പറുദീസ നഷ്ടമായി. ദൈവത്തിൻ്റെ അടുത്തുള്ള ആ സ്വാതന്ത്ര്യം എല്ലാം അവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരുടെ ആദത്തിൻ്റെയും ഹവ്വായുടെയും പിൻഗാമികളായ നമുക്കും ജന്മപാപം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഈ ജന്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് എങ്ങനെയാണ്? മാമോദീസ സ്വീകരിച്ച് ദൈവീക ജീവനിൽ നാം പ്രവേശിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. എന്താ ജന്മപാപം എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ പഠിച്ചല്ലേ. നമ്മുടെ ആദിമാതാപിതാക്കളുടെ പാപം മൂലം നമുക്ക് കൈമാറി കിട്ടിയ നമ്മുടെ ജന്മത്താൽ തന്നെ നമുക്കുള്ള ആ പാപാവസ്ഥയാണ് ജന്മപാപം. ഇനി കർമ്മപാപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അറിവോടും സമ്മതത്തോടും കൂടിയൊക്കെ ചെയ്യുന്ന പാപമാണ് കർമ്മപാപം. അപ്പം ഈ കർമ്മപാപത്തിൽ ഉണ്ടെങ്കിൽ, വലിയവരാ മാമോദീസ സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് കർമ്മപാപം ഉണ്ടാകും. അപ്പോൾ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മോചനമാണ് മാമോദീസ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്നാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവിക ജീവനിൽ നാം പങ്കുകാരാകുന്നു. ദൈവമക്കളെന്ന സ്ഥാനം നമുക്ക് ലഭിക്കുന്നു. അതുകൂടാതെ നാം സ്വർഗത്തിന് അവകാശികളുമായി തീരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോവുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണേ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. എന്തൊക്കെ നന്മ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും അല്ലേ? കൂട്ടുകാരെയൊക്കെ സഹായിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രായമായവരുടെ അടുത്തൊക്കെ കുറച്ച് സമയം ചിലവഴിച്ച് അവരുടെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് സ്വർഗരാജ്യത്തിൽ പോകണം. ഞാനും നിങ്ങളും ഒക്കെ അവസാനം എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? സ്വർഗത്തിൽ വെച്ച്. നമുക്ക് കണ്ടുമുട്ടണ്ടേ? വേണ്ടേ? വേണം. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും മാമോദീസയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പം ഈ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും.
അതിനുശേഷം നിങ്ങൾ കൃത്യതയോടുകൂടി ഓരോന്നും മനസ്സിലാക്കി മാമോദീസ എന്ന കർമ്മത്തിൽ പങ്കെടുക്കുമല്ലോ, ഉറപ്പല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മാമോദീസ എന്നാൽ എന്താണ്? ജന്മപാപമുണ്ടെങ്കിൽ ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിച്ച് ദൈവിക ജീവനിൽ പങ്കുകാരാകുന്ന കൂദാശയാണ് മാമോദീസ. ഇനി മാമോദീസയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ദൈവിക ജീവൻ ലഭിക്കുന്നു, ദൈവമക്കളാകുന്നു, സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ? ഇനി നമുക്ക് ഒരു തിരുവചനം ഇന്ന് പഠിക്കാനുണ്ട്. എല്ലാവരും കൈകളിൽ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ആ വചനം ഒന്ന് ഉറക്കെ വായിക്കാവോ? ഇതെല്ലാവരും പഠിക്കണം കേട്ടോ. സിസ്റ്ററിൻ്റെ കൂടെ വായിച്ച് പഠിക്കണേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനം. എല്ലാവരും എൻ്റെ കൂടെ വായിക്കുമല്ലോ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. എല്ലാവരോടും ഒന്നുകൂടി ചേർന്ന് വായിച്ചേ. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പം മിടുക്കരാ, ഈ വചനം നിങ്ങളുടെ ബുക്കിലേക്കൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ അമ്മയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത ആഴ്ച സിസ്റ്ററിനെ പറഞ്ഞു കേൾപ്പിക്കുകയല്ലേ, എല്ലാവരും കാണാതെ പഠിച്ചിട്ട്. പറഞ്ഞു കേൾപ്പിക്കും. അപ്പം നമുക്ക് ഇന്നൊരു പാട്ട് കേട്ട് അത് പഠിച്ച് നമുക്ക് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? നോക്കിക്കേ, ഒന്ന് വായിച്ചേ. ജ്ഞാനസ്നാന ജലത്താലെ നിർമ്മലരാക്കുക ഞങ്ങളെ നീ, നിത്യം ദൈവിക തിരുനാമം മഹിമയണഞ്ഞ് വിളങ്ങട്ടെ. നമുക്കെല്ലാവർക്കും പാട്ട് കേട്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടാം. നിർമ്മലരാക്കുക ഞങ്ങളെ നീ, ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. സ്നാനജലത്താലെ നിർമ്മലരാക്കുക ഞങ്ങളെ നീ, ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പരസ്പരം ഒന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ കാണാം.